പൂച്ചകളെ വളർത്തിയവർക്കറിയാം നമ്മളുടെ ജീവിതത്തിലേക്കൊരു പൂച്ച കടന്നു വരുമ്പോൾ നമുക്ക് എത്രമാത്രം സാന്ത്വനവും സന്തോഷവും കിട്ടുന്നുവെന്ന്. വളർത്തുമൃഗങ്ങൾ എന്നതിനുപരി അവ നമുക്ക് സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആശ്വാസവും സന്തോഷവും നൽകുന്നു. ഉദാഹരണത്തിന്, അതായത് നമ്മൾ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു പൂച്ച കൂടെ ഉണ്ടായിരുന്ന സമയം സന്തോഷം നിറഞ്ഞതും വ്യത്യസ്തങ്ങളായ അനുഭൂതികൾ പകർന്നവയുമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. സത്യത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന ഏതോ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് പൂച്ചകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പല കാര്യങ്ങളും അവ്യക്തതയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതും പൂച്ചകളുടെ സാമീപ്യത്തിലാണ്. കാരണം നമ്മളുടെ ഉള്ളിലെ നിശബ്ദമായ കൊടുങ്കാറ്റുകളെ അവ ശാന്തമാക്കുന്നു. ഒരു പൂച്ച നമ്മൾക്കരികെ കണ്ണടച്ചിരിക്കുമ്പോൾ ഓർക്കണം, നമ്മളുടെ സമാധാനവും അവയുടെ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. ഒരു പൂച്ച വീട്ടിലേക്ക് വന്നു കയറുന്നതും യാദൃച്ഛികമല്ല. പൂച്ചയും പട്ടിയും വന്നു കയറുമ്പോൾ അറിയാമെന്ന് പഴമക്കാർ പറയുമല്ലോ. ഓരോ സംസ്കാരത്തിലും പൂച്ചകളെ പറ്റിയുള്ള നിഗൂഢതകളുണ്ട്. അവയുടെ സ്വഭാവങ്ങളിലെ നിഗൂഢതകളാവാം നമ്മെ ഇത്തരം ചിന്തകളിലേക്ക് നയിക്കുന്നത്. അതായത്, രാത്രിയിൽ ഒരു പൂച്ചയെ നമ്മൾ പുറത്തേക്ക് വിട്ടാൽ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാമോ? 2012 യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ പഠനത്തിൽ പൂച്ചകളുടെ നിറവും അവയുടെ സ്വഭാവത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. ഇത്തവണ നമുക്ക് കറുത്ത പൂച്ചകളെയും ഓറഞ്ച് പൂച്ചകളെയും കുറിച്ച് നോക്കാം. ഓറഞ്ച് നിറമുള്ള പൂച്ചകളെ ജിഞ്ചർ ക്യാറ്റ്സ് എന്നും മാർമലേഡ് ക്യാറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ജീനുകളുടെ പ്രത്യേകത നിമിത്തം 80% ഓറഞ്ച് പൂച്ചകളും ആൺപൂച്ചകളാണ്. പെൺപൂച്ചകൾ 20% മാത്രം. ഓറഞ്ച് പൂച്ചകൾ മനുഷ്യരുമായി വളരെയധികം സൗഹൃദത്തിൽ പോകുന്നവയും മനുഷ്യരുമായും മറ്റു പൂച്ചകളുമായും കുസൃതി കാണിച്ച് നടക്കുന്നവയുമാണ്. ഓറഞ്ച് ക്യാറ്റ്സിൻ്റെ വിശ്വസ്തതയും സ്നേഹവും വളരെ പ്രസിദ്ധമാണ്. പല്ലുകളുടെ പ്രശ്നമാണത്രേ അവയെ കൂടുതൽ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നം. പല രാജ്യങ്ങളും നല്ല ഭാവിയുടെ പ്രതീകങ്ങളായി ഓറഞ്ച് പൂച്ചകളെ കണ്ടിരുന്നു. ജ്ഞാനോദയത്തിലേക്കുള്ള ദീപസ്തംഭങ്ങളായും സത്യാന്വേഷണത്തിന് സഹായിക്കുന്നവരായും ഓറഞ്ച് പൂച്ചകളെ കണ്ടിരുന്നു. നാവികർ അവരുടെ ഭാഗ്യത്തിനും സംരക്ഷണത്തിനുമായും ഓറഞ്ച് പൂച്ചകളെ കപ്പലിൽ കൊണ്ടുപോയിരുന്നു അത്രേ. കറുത്ത പൂച്ചകൾ നമ്മെ പഠിപ്പിക്കുന്നത് പുറമേക്ക് കാണുന്നതല്ല സത്യമെന്നും പുറമേ കാണുന്നതിനപ്പുറം എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണാം എന്നുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് കറുത്ത പൂച്ചയുടെ കാര്യം. കറുത്ത പൂച്ചകൾ മിക്കവയും വരയൻ പൂച്ചകളാണത്രേ. കറുത്ത നിറം കൊടുക്കുന്ന ജീനുകളിൽ 2 ഉണ്ടെങ്കിലേ കറുത്ത നിറം പൂർണ്ണമാകുകയുള്ളൂ. കൂടുതൽ വെയിൽ കൊണ്ടാൽ കറുത്ത നിറം ബ്രൗൺ നിറമാകുന്നതായും കാണാം. അവ സ്നേഹമുള്ളവരും എല്ലാ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരും പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവയുമാണ്. എങ്കിലും കറുത്ത പൂച്ചയുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ നിമിത്തം കറുത്ത പൂച്ചയാണ് ഏറ്റവും അവസാനം വളർത്താനായി എടുക്കുന്നത്, അല്ലെങ്കിൽ ദത്തെടുക്കപ്പെടുന്നത്. കറുത്ത നിറം നൽകുന്ന ജീൻ എന്തായാലും ഈ പൂച്ചകൾക്ക് കൂടുതൽ രോഗപ്രതിരോധ ശക്തി നൽകുന്നുണ്ട്. അതുകൂടാതെ ഈ കറുത്ത നിറം രാത്രിയിൽ വേട്ടയാടാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ കറുത്ത നിറം മികച്ച വേട്ടക്കാരാക്കുന്നുമുണ്ട്. ഭാഗ്യം കൊണ്ട് തരുന്ന പൂച്ചകളായിട്ടാണ് മറ്റ് ചില രാജ്യങ്ങളിൽ കറുത്ത പൂച്ചയെ അവർ കാണുന്നത്. അയർലൻഡിലും ജപ്പാനിലും മറ്റും കറുത്ത പൂച്ചകൾ ഭാഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകങ്ങളാണ്. മറ്റുള്ളവരുടെ ദുരുദ്ദേശങ്ങൾ നമ്മളുടെ മേൽ പതിക്കാതെ കറുത്ത പൂച്ചയുടെ സാമീപ്യം നമുക്ക് സംരക്ഷണം നൽകുമെന്ന് പറയപ്പെടുന്നു. നമ്മളുടെ നാട്ടിൽ പറയുന്നത് ഒരു കറുത്ത പൂച്ച വീട്ടിൽ വന്നു കയറുന്നത് അത്ര നല്ലതല്ലെന്നും എന്നാൽ ഒരു കറുത്ത പൂച്ചക്കുട്ടി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണെന്നുമാണ്. കറുത്ത പൂച്ചകളുടെ ഏറ്റവും രസകരമായ ഒരു പ്രത്യേകതയുണ്ട്. അവയുടെ ആവശ്യങ്ങൾ പലതരത്തിലുള്ള മിയാവ് ശബ്ദങ്ങളിലൂടെ നമ്മെ അറിയിക്കുമെന്നതാണ്. മറ്റ് നിറങ്ങളിലുള്ള പൂച്ചകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതുവരെ നമസ്തേ.